സ്വഹാബി വനിതകളോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? കാണണം നബിയേ. സഹാബി വനിതകൾ പറഞ്ഞു, കാണണം നബിയേ. ഒരു വിറകുവെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാന്റെ റസൂലല്ലേ പറയുന്നത്? സഹാബി വനിതകൾ മുഴുവനും ഇറങ്ങി ഓടുകയാണ്. അള്ളാന്റെ റസൂൽ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പെണ്ണുങ്ങൾ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. നിങ്ങൾ എന്ത് നന്മയാ ചെയ്യുന്നത്? എന്ത് സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്? അവിടെ എന്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്യാറുള്ളൂ. ഒരുപാട് നന്മകളൊന്നുമില്ല. നിസ്കരിക്കും, ഖുർആൻ സ്വലാത്ത് പറയും, സദഖ കൊടുക്കും. ഇതല്ലാതെ പ്രത്യേകമായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പെണ്ണുങ്ങൾ ചോദിക്കുന്നു, അല്ല നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തോ ചെയ്യുന്നുണ്ടോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രാവിലെ ജോലിക്ക് വേണ്ടി ഭർത്താവ് വീടിന്റെ വെളിയിലിറങ്ങുമ്പോൾ, പെങ്ങളെ സ്വർഗം വേണോ? പെങ്ങളെ സ്വർഗം വേണോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി, രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി, ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്ന ഭർത്താവിനോട് ഈ പെണ്ണ് പറയും, ഇക്കാ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ, ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ എന്ന് ഭർത്താവിനോട് ഉണർത്തുന്നത് കൊണ്ടാ അല്ലാഹു ആ പെണ്ണിന് സ്വർഗം കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചെറുപ്പക്കാരോട് പറയാറുള്ളത്, മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ദുനിയാവിനോടുള്ള ആർത്തിയല്ല, ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കമ്പാച്ചിലല്ല. ദുനിയാവിനെ സ്നേഹിക്കല്ലേ, ദുനിയാവിനെ സ്നേഹിക്കല്ലേ. ഈ ദുനിയാവ് ഒരുപാട് പേരെ വഞ്ചിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചതാ, ഒരുപാട് പേരുടെ ആഖിറം നഷ്ടപ്പെടുത്തിയതാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ഓരോ വാപ്പയും എങ്ങനെയാകണമെന്നറിയോ? ഒരു വാപ്പ എങ്ങനെയാണ് ആകേണ്ടതെന്നറിയോ? അവർക്ക് ഭയമില്ലല്ലോ, അവർക്ക് പേടിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയുടെ ചരിത്രം അറിയോ? ഞങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാറുള്ള ചരിത്രമാ. അല്ലാഹുവേ, അതാ മഹാനവറുകളുടെ ചരിത്രം അറിയുമോ? ഒരു സ്വഹാബി അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. പടച്ചവര് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ പാവപ്പെട്ടവനാണ്, കയ്യിലൊന്നുമില്ലാത്ത പാവപ്പെട്ട സ്വഹാബിയാ. കാരണം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സ്വഹാബിയാ. അവസാനമല്ലാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാണ്, തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഭാര്യയ്ക്ക് ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് തന്റെ മക്കളോട് വാപ്പ പറയുന്നു, മക്കളെ വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാനോട് ദേഷ്യമുണ്ടാകല്ലേ. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പത്തൊന്നും കൂട്ടിവെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും ഇന്ന് വരെ കൂട്ടിവെച്ചിട്ടില്ല. നിങ്ങളുടെ പാപ്പ പാവപ്പെട്ടവരാ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാ നിങ്ങളുടെ വാപ്പ പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവനാ. എന്റെ മക്കൾ എന്നെ വെറുക്കരുത്, എന്റെ മക്കൾ എന്നെ വെറുക്കരുത്. എന്നിട്ട് വാപ്പ തന്റെ മക്കളോട് പറയുകയാ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് പൊതിയാൻ കഫൻ തുണി വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പൈസയില്ല. ഒരു സ്വഹാബി മരണവേളയിലെ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫൻ തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലെടുക്കാറില്ല. ഞാൻ മരിച്ചാൽ ഒരു കീറാത്ത വസ്ത്രം ഈ വീടിനകത്തില്ല. എന്റെ കഫൻ പൊതിയാൻ കീറാത്ത ഒരു വസ്ത്രം പോലും ഈ വീടിനകത്തില്ല. അല്ലാഹുവേ, അവിടെ നിന്ന് തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞതെന്നറിയോ? എന്റെ മക്കൾ
മക്കള് പേടിക്കണ്ട, എന്റെ മക്കള് പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. എന്നിട്ടതാ നിങ്ങൾ എന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി വഴിയിൽ കാത്തു നിൽക്കണം. അതാ ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുപോയിട്ട് കാത്തു നിൽക്കണം. അതാ ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടാൽ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടാൽ അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ മയ്യത്ത് പുതിയാൻ പറയണം. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വാപ്പ മരണപ്പെട്ടു, മക്കള് വാപ്പാടെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് വാപ്പയുടെ മയ്യത്ത് പുതിയ തുണിയില്ലല്ലോ. മക്കള് പോയിട്ട് ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കാത്തു നിൽക്കുകയാ. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാത്തു നിൽക്കുമ്പോ അതാ അങ്ങ് ദൂരെ നിന്നൊരു സംഘം കടന്നു വരികയാണ്. ഉംറ കഴിഞ്ഞൊരു സംഘം കടന്നു വരികയാണ്. ആരാണ് നേതാവെന്നറിയോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്നൊരു സംഘം ഇങ്ങനെ ഉംറ കഴിഞ്ഞു മടങ്ങി വരികയാണ്. ആ സമയത്താണ് മക്കൾ ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ, കഫം തുണി വാങ്ങാ പൈസയില്ല, കീറാത്ത വസ്ത്രവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിലൂ ഞങ്ങളുടെ വാപ്പാനമൊന്ന് നിങ്ങളുടെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കടോ. മക്കള് മഹാനായ സൽമാൻ തങ്ങളോട് പറയുമ്പോ സൽമാൻ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, കഫം തുണി വാങ്ങാൻ പോലെ പണമില്ലാത്ത ഈ പാവപ്പെട്ടവനാരാ? പണച്ചറപ്പേ, അതാ മുഖത്തിട്ടിരിക്കുന്ന കഫം തുണിയെടുത്ത് മാറ്റുമ്പോ മഹാനായ സൽമാൻ തങ്ങളെ വിളിച്ചു പറയുകയാ, സദഖ റസൂലുള്ളാഹ്, സദഖ റസൂലുള്ളാഹ്. മുത്തുനബി പറഞ്ഞത് സത്യമാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. പടച്ചവനെ, ഈ സഹാബിയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് പറഞ്ഞത്, നീ ഏകനായിട്ടാണ് മരിക്കുന്നത്, ഏകനായിട്ടാണ് നിന്നെ കബറടക്കുന്നത്, നാളെ പരലോകത്ത് നീ ഒറ്റയ്ക്കാണ് എഴുന്നേറ്റ് വരുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയോട് നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കളോട്. അല്ലാതെ മക്കൾക്ക് പണമുണ്ടാക്കാറുള്ള എളുപ്പവഴി പറഞ്ഞു കൊടുക്കലല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണേ, അല്ലാതെ ആർത്തി വേണ്ട, അത്യാഗ്രഹം വേണ്ട, അത്യാഗ്രഹം വേണ്ട. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിസ്കരിക്കാൻ സമയമില്ല, ഒരു നല്ല കാര്യവും ചെയ്യാ സമയമില്ല. പണമുണ്ടാക്കണമല്ലോ, വാരിക്കൂട്ടണമല്ലോ, വീട് വെക്കണമല്ലോ, മക്കളെ കെട്ടിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവ് ദുനിയാവ് ദുനിയാവെന്ന് പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ പരക്കം പായുന്നവര് അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? റസൂലുള്ള പറയുകയാ, റസൂലുള്ള പറയുകയാ, പടച്ച റബ്ബ് നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹു നിനക്ക് മനസമാധാനം തരൂല, അല്ലാഹു നിനക്ക് മനസമാധാനം തരൂല. എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ്, പ്രയാസമാണ്, സമാധാനമില്ല, സന്തോഷമില്ല. റസൂലുള്ള പറയുകയാ, വശുഗലല്ലാ യതബറഉ മിൻഹു അബദാ, ഒരിക്കലും നിന്റെ ജോലി തീരൂല, ഒരിക്കലും നിന്റെ ജോലി തീരൂല. സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിനക്ക് സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഭാര്യയെ സ്നേഹിക്കാൻ സമയമില്ല, കുടുംബജീവിതം നയിക്കാൻ സമയമില്ല, മക്കളുടെ ഉപ്പയാണ്, മക്കളെ സ്നേഹിക്കാൻ നിനക്ക് സമയമില്ല, ഇബാദത്ത് ചെയ്യാൻ സമയമില്ല. എപ്പോ നോക്കിയാലും നിനക്ക് തിരക്കാ. ഇതല്ല നിനക്ക് തരുന്ന ശിക്ഷയാ.
ഇത് അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാ. റസൂലുള്ളാഹി പറയുകയാ, ഒരിക്കലും നിന്റെ ദാരിദ്ര്യം മാറൂല, ഒരിക്കലും നിന്റെ ദാരിദ്ര്യം അല്ലാഹു മാറ്റൂല. ഇത് പടച്ച റബ്ബ് നിനക്ക് തരുന്ന ശിക്ഷയാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഒരിക്കലും നിന്റെ ആർത്തി തീരില്ല. എത്ര കിട്ടിയാലും തികയില്ല, എത്ര കിട്ടിയാലും തികയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഇവിടെ സഹോദരങ്ങൾ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ ഇരിക്കിരിക്കും. നിങ്ങൾ ഇരിക്കറോ? അത് നിങ്ങളെല്ലാരും കൂടെ ഇറങ്ങി അങ്ങോട്ട് പോയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കും. നിങ്ങൾ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഇവിടെ ആരെങ്കിലും സംഘാടകരാരെങ്കിലും ഒന്ന് പോടോ, അവിടെ ആള് കൂടിക്കൊണ്ടിരിക്കരുത്. ബഷീറൊക്കെ ഒന്ന് പോയ എല്ലാവരും നിങ്ങൾ എന്താ സഹോദരങ്ങൾ, നമ്മളൊക്കെ സമസ്തക്കാരല്ലേ, ഇത്തിരി ശാന്തവും സമാധാനവും വേണമെന്ന് പഠിപ്പിക്കുന്ന നമ്മളൊക്കെ അനുയായികളല്ലേ. നിങ്ങൾ എന്താ ഈ ബഹളം വെക്കണം? ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ് ഇങ്ങോട്ട് ഇരിക്കടോ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ നമുക്ക് അറിയണല്ലേ. നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നവരാണല്ലോ. നമ്മളിതൊക്കെ കാര്യമാക്കാനും പ്രശ്നമാക്കാനും നിൽക്കാതെ ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും വളരെ താഴ്മയോടുകൂടി ജീവിക്കണമെന്ന് പഠിപ്പിച്ചവരാ. നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി കഴിയണമെന്നാണ് നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അതുകൊണ്ട് കുറച്ചത് അല്ലാഹു നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾ അവിടെന്ന് തൃപ്തിപ്പെട്. അല്ലാഹു നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ കഴിഞ്ഞാൽ അല്ലാഹുവേ നമ്മൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, ഈ ദുനിയാവല്ല സമ്പത്ത് വാരിക്കൂട്ടാറുള്ള പരക്കം പാച്ചിരങ്ങ് മാറ്റട്. എന്നിട്ട് പടച്ച റബ്ബ് തന്നത് ചെറിയ വീടാണോ? പടച്ചവനെ ചെറിയ ജോലിയാണോ? അല്ലാഹുവേ കേറി കിടക്കാൻ വീടില്ലാത്ത എത്രയോ പാപങ്ങളെ നമുക്കറിയാം. വാടക വീട്ടിൽ കഴിയുന്നവരുണ്ടല്ലോ, സ്വന്തമായിട്ടൊരു സെന്റ് ഭൂമിയില്ലാത്തവരുണ്ടല്ലോ, അങ്ങനെ എത്രയോ പേര് പ്രയാസത്തിൽ കഴിയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അല്ലാഹു നിനക്കൊരു വീട് തന്നില്ല, കേറിക്കിടക്കാൻ ഒരു വാടക വീടാണെങ്കിലും പടച്ച റബ്ബ് നിനക്ക് തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടാരം തന്നില്ലെങ്കിലും ഒരു ചെറിയ വീടെങ്കിലും അല്ലാഹു നൽകിയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടൂ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടൂ. അല്ലാതെ വാരിക്കൂട്ടാറുള്ള പരക്കം പാച്ചിലല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അവസ്ഥ നിനക്കറിയുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് നിനക്കറിയുമല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകർ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. വിശന്ന് വലഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ
വിശക്കുന്നു ആയിഷ, കഴിക്കാ വല്ലതും താ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ വീടിനകത്ത് കടന്നു വന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കഴിക്കാ ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുകയാ. കാരണം എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്ന് ചോദിച്ചിട്ട് കഴിക്കാൻ കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. അതിന്റെ പേരിലാണ് ആയിഷ ബീബി കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. വീടിനകത്ത് കയറിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറിങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പൊട്ടിക്കിടക്കുന്ന വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് പ്രവാചകന്റെ വയറിൽ ഇങ്ങനെ തടകിയിട്ട് ആയിഷ ബീബി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ തേങ്ങല് കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്തിനാ ആയിഷ കരയുന്നത്? എന്തിനാ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് ചോദിച്ചിട്ട് കഴിക്കാ ഭക്ഷണം തരാനില്ലാതെ പോയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. പിന്നെയല്ലേ സഹോദര അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് എന്ത് ചിന്തിക്കാത്തത്? ഞാനും നിങ്ങളും ഓർക്കാത്തതുണ്ട്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്ക്. എന്നിട്ട് അവന് നന്ദി രേഖപ്പെടുത്തു. അല്ലാതെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ മതിമറന്നുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സർവ്വതും എന്റെ കൈപ്പിടിയിലാണെന്നുള്ള ചിന്തയോടെ നടക്കല്ലേ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവരാ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവരാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, പടച്ചറപ്പിനെ ആരാധിക്കാൻ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഒരു ഷെഡ് കണ്ടില്ലേ? പടച്ചവനെ, അവിടെയല്ലേ നിങ്ങളുടെ മക്കള് പഠിക്കുന്നത്? ആ കാണുന്ന ഒരു ചെറിയ റൂമിനകത്തല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടുകാര് നിസ്കരിക്കുന്നത്? ഈ കാണുന്ന പുറകിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അല്ലാഹുവേ, അവിടെ ഒരു പള്ളി പണിയണമെന്ന ലക്ഷ്യത്തോടു കൂടി ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാ കഴിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, എന്തെല്ലാം വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമല്ലോ. ഇന്നലെ ഞാൻ പടച്ചവനെ വഴുതിന് വരുന്ന വഴിയില് അതാ വളാഞ്ചേരിക്കടുത്ത് കൊപ്പമെന്ന് പറയുന്ന സ്ഥലത്തൊരു കടയുടെ മുന്നിൽ വെള്ളം കുടിക്കാ നിർത്തുമ്പോ എന്നെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ 8 വയസ്സുള്ള തന്റെ പൊന്നുമകനെ ചുമന്നുകൊണ്ട് കിടന്നു വരികയാ. അല്ലാഹുവേ, തന്റെ പൊന്നുമകനെയും എടുത്തുകൊണ്ട് എന്റെ ചാരത്തേക്ക് കടന്നു വന്നു. ഉസ്താദേ ദുആ ചെയ്യണേ, ഉസ്താദേ ദുആ ചെയ്യണേ. എന്റെ പൊന്നുമോൻ നടക്കുകയില്ല, എന്റെ പൊന്നുമകൻ നടക്കുകയില്ല. എനിക്ക് എന്റെ പൊന്നുമോനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അല്ലാഹുവേ, തന്റെ പൊന്നുമകൻ മുസ്തഫ എന്ന് പറയുന്ന പൊന്നുമോനെ ചുമന്നുകൊണ്ട് എന്റെ ചാരത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോ ഞാൻ ചോദിച്ചു, വേറെ മകനുണ്ടോ? വേറെ കുട്ടി വല്ലോം ഉണ്ടോ? ആ സമയത്ത് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് 3 വയസ്സുള്ള ഒരു മകളുണ്ട്, അവളും നടക്കൂല, അവളും നടക്കൂല. അല്ലാഹു കൊടുത്ത 2 മക്കളും നടക്കാത്ത മക്കള്, ഒന്ന് വാപ്പയുടെ ചുമലില്, ഒന്ന് ഉമ്മയുടെ ചുമലില്. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. മംഗലാപുരത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഉസ്താദേ, 4 വയസ്സുള്ള എന്റെ കുഞ്ഞിന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാ. 4 വയസ്സുള്ള എന്റെ കുഞ്ഞിന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, 480 വല്ലാതെ കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ രോഗം. ഇന്നും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ്, നാവില് ക്യാൻസർ വന്നിട്ട് നാവ് മുറിച്ചിരിക്കുകയാ.
എന്തെല്ലാ രോഗങ്ങളാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു പള്ളി പണിയാൻ 1 സെന്റ് സ്ഥലം വാങ്ങാനാ, ഒരു പിടി മണ്ണ് വാങ്ങുന്നതിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഉറങ്ങുന്നവർ കുറങ്ങാ, ഉറക്കം നടിക്കുന്നവർ കുറക്കം നടിക്കാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന് വേണ്ടിയാണ്, പാവങ്ങൾക്ക് വേണ്ടിയല്ലോ, യതീമീങ്ങൾക്ക് വേണ്ടിയല്ലോ, രോഗികൾക്ക് വേണ്ടിയല്ലോ, ആരുടെ മുന്നിലും വലിയവനാകാനല്ലോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തോ. അല്ലാഹുവിനോട് പറയണം, അല്ലാ, മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, പടച്ചവനെ കിഡ്നി തകരുന്ന രോഗങ്ങളെപ്പോലെ, കരള് രോഗങ്ങളെപ്പോലെ, ശരീരത്തിന്റെ ഭാഗങ്ങൾ കീറിമുറിക്കുന്ന, കൈകാലുകൾ വെട്ടിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലോ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയടേ അല്ലാ എന്ന നീയത്തോടെ നിങ്ങൾക്കൊരു സദക്ക കൊടുക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെയാകില്ല. അല്ലാഹുവേ, ഈമാൻ നൽകണേ അല്ലാ. സദക്ക ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയോ. അല്ലാഹുവിന്റെ മലക്കുകൾ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. അവരുടെ ദുആയാണ്, അവര് നിങ്ങൾക്ക് ഇപ്പൊ ദുആ ചെയ്യുകയാണ്. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോ, തലയുടെ മുകളിൽ ഇരിക്കുന്ന മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. സാധാരണ മലക്കല്ല, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി പള്ളി പണിയാരാ. ശരീരത്ത് സ്വർണ്ണമിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, മോതിരവും വളയും കമ്മലും ചെയിനുമായി ഒരുപാട് ശരീരത്തിലിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ, ഈ കിടക്കുന്ന ചെറിയ ഒരു ഷെഡ് കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ലെങ്കിലോ പിന്നെ നിന്റെ മനസ്സിൽ എന്നാ നിനക്ക് തോന്നല് കടന്നു വരുന്നത്? അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കൂ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് സദക്ക ചെയ്യുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ഒരു നല്ല സദക്ക. തലയുടെ മുകളിലിരിക്കുന്ന മലക്കിന്റെ ദുആ കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ബക്കറ്റ് എടുത്തില്ലേ? ബക്കറ്റ് എടുക്കാനും സംഘാടകരില്ലേ? സംഘാടകർ ബക്കറ്റ് എടുക്കാനും ഇല്ല. നിങ്ങൾ പുറത്തു പോയി നിൽക്കുക. മാഷാ അല്ലാഹ്, ബക്കറ്റ് എടുത്ത് അൽഹംദുലില്ലാ. പോടാ, അതൊക്കെ നടക്കൂടാ ചങ്ങായി. നിങ്ങൾ ഇങ്ങോട്ട് വാടാ. സ്വർഗത്തി ഓസിന് കയറി പോകാൻ പറ്റും. ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. ഇത്തിരി ത്യാഗങ്ങളൊക്കെ സഹിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ കടന്ന് ചാടുന്ന എന്തിനാ? പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് SKSSFന്റെ പ്രവർത്തകരാ. നിങ്ങൾ സമസ്തയുടെ മക്കളാ. മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് സംഘാടകരകത്തേക്ക് കയറുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. നിങ്ങളുടെ കാര്യം നോക്ക്. നമുക്ക് ഈ പരിപാടി നടത്തണം, വിജയിപ്പിക്കണം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. പെട്ടെന്ന് അൽഹംദുലില്ലാ. എല്ലാവരും സദക്ക. അൽഹംദുലില്ലാ. പെട്ടെന്താ? ബിസ്മില്ലാ, ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, രണ്ടുപേരെ കേട്ടോ. ഞാൻ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാ.
ഈ ബക്കറ്റിന്റെ അകത്ത് ആരൊക്കെ പൈസ ഇടുന്നുണ്ടോ അവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞ് ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറച്ചു പോകണം. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറച്ചിട്ട്, കാരണം ഇത്തിരി സ്പീഡ് കൂടി പോയാൽ പോകും. എല്ലാവരും സമാധാനത്തിലാ. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എങ്ങോട്ട് നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രതിഫലം എണ്ണി എണ്ണി പറയാം. ഒന്നാമത്തെ പ്രതിഫലം പലരും പറയും, ഉസ്താദേ എനിക്ക് ജോലിയില്ല, എനിക്കൊരു ജോലിയില്ല, വല്ലാത്ത പ്രയാസമാ, ശമ്പളമില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാ പറയുന്നവരുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ഒരു 5 നയാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നിനക്ക് ഖൈറായ ഒരു ജോലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിനക്ക് പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വരുത്തൂല, നിനക്കും നിന്റെ കുടുംബത്തിനും പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖൈറായ ജോലി അള്ളാഹു നിനക്ക് തരും. 2, എത്രയോ ചെറുപ്പക്കാര് പറയും, ഉസ്താദെ ഒരു സ്വാലിഹത്തായ ഇണയെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. പെണ്ണുങ്ങൾ പറയും, ഉസ്താദെ ഒരു സ്വാലിഹായ അള്ളാനെ പേടിയുള്ള നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എത്രയോ പേര് കല്യാണം കഴിച്ചിട്ട് ഭാര്യ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഭർത്താവ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്താൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം അള്ളാഹു സമാധാനമുള്ള ഒരു കുടുംബജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമാധാനമുള്ള ഒരു ജീവിതം. നിന്റെ ഭാര്യ 5 നേരം നിസ്കരിക്കുന്നവളാകണം, നിന്നെ ബഹുമാനിക്കുന്നവളാകണം, നിന്നെ ചതിക്കാത്തവളാകണം. ഇങ്ങനെയുള്ള ഒരു ഭാര്യ നിനക്ക് കിട്ടണമെങ്കിൽ 2ാമത് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഇതാ. 3 ഞാൻ വിശദീകരിക്കുന്നില്ല, 5 പ്രതിഫലം ഞാൻ പറഞ്ഞിട്ട് നിർത്താം. 3ാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരത്തില്ല, നിങ്ങളുടെ കർണാടകയുടെ മുഖ്യമന്ത്രി വരത്തില്ല. നിങ്ങളുടെ വീട് കാണാൻ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ സൈന്യം നിന്റെ വീട് കാണാൻ ഇന്ന് രാത്രി ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 4ാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള ഒരു മരണം. ഈ കാണുന്ന നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിലെ ഒരു പിടി മണ്ണ് നീ വാരിക്കൊടുത്താൽ, ഒരു പിടി മണ്ണ് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കൊടുത്താൽ, നീ മരിക്കുന്ന സമയം നിനക്കല്ല കാണിച്ചു തരും. നിന്നെ ചീത്ത വിളിച്ചവനും, നിന്നെ കുറ്റം പറഞ്ഞവനും, നിന്നെ കളിയാക്കിയവനും, നിന്നെ പരിഹസിച്ചവനും, എന്റെ ചെറുപ്പക്കാരോട് എനിക്കതാ പറയാനുള്ളത്. മോനെ, നിന്നോട് പറയാനുള്ളത്, നിന്റെ മനസ്സ് വേദനിപ്പിച്ചവനും നീ മരിച്ചു കിടക്കുമ്പോ നിന്നെ കാണാൻ വരും. നീ മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ മയ്യത്ത് കാണാൻ വരും. ആ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവൻ, ഇത്രയും നാള് നീ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറ്റം പറഞ്ഞു, ആ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തി നോക്കിയിട്ട് അവൻ പറയും, മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണം. അങ്ങനെ ഒരു മരണം അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിച്ചു? ഒരിക്കലുമല്ല. നിങ്ങൾ കൊടുക്കുന്നത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തന്ന അടയാളങ്ങളാ ഈ പ്രതിഫലം. അല്ലയാ പറഞ്ഞത്, സിറാജ് പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ, എങ്ങനെയാണ് മൂസാ നബിക്ക് ജോലി കിട്ടിയത്, എങ്ങനെയാണ് ശുഐബ് നബിയുടെ മകളെ കിട്ടിയത്, എങ്ങനെയാണ് സമാധാനമുള്ള ജീവിതം കിട്ടിയത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
മഹാനായ മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോ ആ ചരിത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ കാരണം എന്താ. എന്റെ പ്രിയപ്പെട്ടവര്, ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൂരിയിട്ട് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന പെങ്ങള് അതാ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന ഉപ്പാ, അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾ കേടോ. എങ്ങനെയാ നിന്റെ വീട്ടിൽ മലക്ക് വരുന്നതെന്നറിയോ? എങ്ങനെയാണ് മലക്കുകൾ ഇറങ്ങി വരുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോയതാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവനെ നിസ്കരിക്കാൻ പോയതാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് വരണ്ട സമയം കഴിഞ്ഞു. വാപ്പാനെയും മകനെയും കാണാതെ വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ വീടിന്റെ വാതിലിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവേ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് ഉമ്മു സുലൈം അവിടെന്ന് കാണുകയാ. പടച്ചവനെ, രണ്ടുപേരും നടന്ന് നടന്ന് വീടിന്റെ മുന്നിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുമുണ്ട്, മൂന്നാമതൊരാളുമുണ്ട്. സലാം പറഞ്ഞ് വീടിനകത്ത് കയറി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അബൂ തൽഹ, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ, ആരാട് അബൂ തൽഹ? ആ സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെണ്ണ്, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബത്തേ, ഒരു പാവപ്പെട്ടവനായ യാത്രക്കാരനുണ്ട്, ആരാണ് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത്? ആരാണ് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത്? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാം നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാ. പടച്ചവനെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വാലിഹത്തായ ഭാര്യ ചോദിക്കുകയാ, നമുക്ക് പോലും ഇന്ന് കഴിക്കാനില്ലല്ലോ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഇരിക്കുന്ന ഭക്ഷണം നമ്മുടെ മകന് കഴിക്കാറുള്ളതാണ്, നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് വേണം നമ്മുടെ മകന് ഭക്ഷണം കൊടുക്കാൻ, കാരണം അവന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. പടച്ചവൻ വാപ്പയും ഉമ്മയും കൂടെ അടുക്കളയ്ക്കകത്തിരുന്ന് കരയുകയാ. കാരണം ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നവന് കൊടുക്കാ ഭക്ഷണമില്ലല്ലോ. വാപ്പയെയും ഉമ്മയും കാണാതെ വന്നപ്പോ അനസ് എന്ന് പറയുന്ന 11 വയസ്സുള്ള പൊന്നാര മകൻ അടുക്കളയിൽ കടന്നു വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുകയാ. അനസ് ചോദിക്കുന്ന, ഉമ്മ, എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ, വാപ്പ വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ല, ഇന്ന് പൊന്നുമോന് മാത്രമേ കഴിക്കാറുള്ള ഭക്ഷണമുള്ളൂ. അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ഒരു കുടുംബം ഇങ്ങനെ തനിച്ചിരിക്കുകയാ. അപ്പോഴാണ് സ്വാലിഹത്തായ ഭാര്യ, അപ്പോഴാണ് അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴിയെന്നറിയോ? ഇരിക്കുന്ന ഭക്ഷണം ഒരു പാത്രത്തിനകത്തിടാ, ഇരിക്കുന്ന ഭക്ഷണം ഒരു പാത്രത്തിനകത്തിടാ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാതിരിക്കണം. വാപ്പയോടും മകനോടും പറയുകയാണ്, ഭർത്താവിനോടും മകനോടും പറയുകയാണ്, നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കണം. എന്നിട്ട് പാത്രത്തിനകത്ത് കൈയിടുമ്പോ 11 വയസ്സുള്ള മകനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോനെ അനസേ,
വിളക്കണക്കണേ പൊന്നുമോനെ, എന്റെ പൊന്നുമകനെ വിളക്ക് കൈകൊണ്ട് തട്ടിയങ്ങ് താഴെ ഇടണം. എന്നിട്ട് വാരി കഴിക്കാതെ പട്ടിണി ഇരിക്കണം മോനെ. വാപ്പ ചെയ്യുന്നത് പോലെ മോനും പട്ടിണി ഇരിക്കണം. ആ പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ കഴിക്കാനിരുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഭക്ഷണം കഴിച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായ അനസ് എന്ന് പറയുന്ന പൊന്നുമകന് പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിനകത്ത് നോക്കുകയാ. പടച്ചവനെ ഉമ്മാന്റെ മുഖത്ത് നോക്കുകയാ. ആ സ്വാലിഹായ മകനുണ്ടല്ലോ, ഏറ്റവും വലിയ സമ്പത്ത് സ്വാലിഹായ മക്കളാ. എന്റെ ഉപ്പമാരേ, എന്റെ ഉമ്മമാരേ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ പൊന്നാര മക്കളാ. അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണയ്ക്കുകയാണ്. എന്നിട്ട് അഭിനയിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ആ മനസ്സിന് ഇതൊന്നും അറിയാതെ വാരിക്കഴിക്കുകയാ. അവസാനം ഭക്ഷണം തീർന്നു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവിടന്ന് ദുആ ചെയ്തു. ചെയ്തിട്ട് ഇറങ്ങി പോവുകയാണ്. ഇവര് 3 പേരും പട്ടിണി കിടന്നു. ഭർത്താവും ഭാര്യയും പൊന്നുമോനും പട്ടിണി കിടന്നു. അവസാനം സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. തന്റെ ഭാര്യയെ വിളിച്ചു. പൊന്നുമോനെ വിളിക്കാൻ പറഞ്ഞു. പള്ളി നമസ്കരിക്കാൻ പോകണമല്ലോ. അനസ് എന്ന് പറയുന്ന പൊന്നുമകനെ വിളിച്ചുണർത്തുകയാണ്. വാപ്പാ നടക്കാൻ വയ്യ, വാപ്പാ നടക്കാൻ വയ്യ. ഉപ്പാടെ ചുമലിൽ കേറുമോനെ, ഉപ്പാടെ ചുമലിൽ കേറുമോനെ. അനസ് എന്ന് പറയുന്ന പൊന്നുമകനെ ചുമലിൽ കയറ്റിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിശപ്പ് സഹിച്ച് തളർന്ന ശരീരവുമായി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് സുബഹി ജമാഅത്തായി നിസ്കരിക്കാൻ പോകുകയാ. നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഐന അബൂ തൽഹ, അബൂ തൽഹ എവിടെ, അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാണ്. അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് ചെന്നപ്പോ റസൂലുള്ളാഹ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ വീടിനകത്ത് നടന്ന കാര്യം അങ്ങനെ അറിഞ്ഞു നബിയേ? റസൂലുള്ളാഹ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കൂടെ ഉള്ള ഭക്ഷണം സദക്ക കൊടുത്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാ. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ വന്നു സ്വഹാബ. അബൂ തൽഹയോട് പറയുകയാ, ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്ക് വന്നു, ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്ക് വന്നു. പടച്ചറപ്പേ വരണ്ടേ സഹോദരാ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് ഒരു പിടി മണ്ണ് വാരി കൊടുത്താ, അതിനുള്ള പൈസ കൊടുത്താ, ഇന്ന് നിന്റെ വീട് കാണാൻ ആകാശത്ത് നിന്ന് റഹ്മത്തിന്റെ മാലാകമാര് ഇറങ്ങി വരികയാ. എന്നിട്ട് പറഞ്ഞു, അതുമാത്രമല്ല ഇന്നലെ ജിബ്രീൽ വന്നു, ഇന്നലെ ജിബ്രീൽ വന്നു. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബരിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. റസൂലുള്ളാഹ് പറഞ്ഞു കൊടുക്കുമ്പോ, ഇത് ദുനിയാവിലെ പ്രതിഫലമല്ലോ, ഇത് ദുനിയാവിലെ പ്രതിഫലമല്ലോ, ഇനി ആഖിറത്തിലെ പ്രതിഫലം അറിയണോ? വാപ്പാ മോഹമില്ലേ? ഈമാനുള്ള മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ടേ?
പടച്ചവനെ വെള്ളിയാഴ്ച ദിവസം ചിരിക്കുന്ന മുഖത്തോട് പ്രകാശിക്കുന്ന മുഖത്തോട് വെള്ള തുണിയുടെ അടിയിൽ കിടക്കണ്ടേ മരിക്കുന്ന സമയത്ത് കാണാ വഅബ്ശിറൂ ബിൽ ജന്നാ സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ ഇനി ആഖിറത്തിലെ പ്രതിഫലം അറിയണോ ആഖിറത്തിലെ പ്രതിഫലം അറിയണോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ فوقاهم الله شر ذلك اليوم നാളെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് നീ എഴുന്നേറ്റു പോകുമല്ലോ ഉപ്പാ 3 കഷ്ടം വെള്ള തുണിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് നിന്നെ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റു പോകുമല്ലോ എന്തേ ചിന്തിക്കാത്തത് ചെമ്പിന്റെ തറയില് ചെരുപ്പിടാതെ ഉടുതുണിയില്ലാതെ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അള്ളാന്റെ കോടതിയുണ്ടല്ലോ ചെമ്പിന്റെ തറയിൽ നിൽക്കുകയല്ലേ പടച്ചവനെ ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് ജനങ്ങൾ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താഴുന്ന ദിവസമാണല്ലോ അല്ലാഹുവേ സ്വന്തം മക്കള് പറയുന്നത് എന്തെന്നറിയോ അല്ലാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി താല്ലാ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്റെ കാലു പൊള്ളുന്നു റബ്ബേ എന്റെ ഉമ്മാടെ നെഞ്ചത്തെനിക്ക് കയറി നിൽക്കണം പടച്ചവരെ വാപ്പാനെ കാണിച്ചിട്ട് പറയുന്നു അല്ലാ എന്റെ പാപം മുഴുവനും എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ച് എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് താ അല്ലാ എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പേടിക്കണം ആ ദിവസം ഭയാനകമായ ദിവസമാണ് റസൂലുള്ള കരഞ്ഞു പോയല്ലോ പ്രവാചകന്മാരെ കരഞ്ഞു പോയല്ലോ